കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഈ കുരിശ് എന്റെ കരങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. എന്നാൽ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈശോയുടെ തിരുക്കുരിശ് എടുത്തു മാറ്റാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. കത്തോലിക്ക വൈദികനായതിന്റെ പേരിൽ വിചാരണ നേരിട്ട ഫാദർ അലക്സാണ്ടർ ബ്രെയിന്റെ വാക്കുകളാണിവ. പുറമെ എത്ര കുരിശുകൾ അണിഞ്ഞാലും ഹൃദയത്തിൽ ഈശോയുടെ തിരുക്കുരിശ് ആലേഖനം ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിയായി മാറുന്നത്. കുരിശുകൾ വരുമ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സഹായകമാകുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയുള്ള കാനാൻ ദേശം സീസൺ 2 ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. അതിനു മുൻപായി വെൽക്കം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. വെൽക്കം ടു കാനാൻ ദേശം സീസൺ 2 ദ ബൈബിൾ റിയാലിറ്റി ഷോ. അൾത്താരയിൽ നിന്നെ കാണുന്നു ഞാൻ നാഥാ, പെരുകുന്ന പാപം പേറി തിരുമുൻപിൽ നിൽപ്പു ഞാനും, ഹൃദയമുരുകി കരയുമിവനെ നീ നോക്കണേ എൻ ദൈവമേ. ആരാധ്യനേ നിനക്കേകിടുന്നു സ്തോത്രങ്ങൾ. വചനങ്ങളിലൂടെയുള്ള തീർത്ഥയാത്ര കാനാൻ ദേശം സീസൺ 2 തുടരുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ്റ്റർ ജോസഫ് പി മാണി ഫ്രം കാക്കനാട്. എറണാകുളത്ത് നിന്നും വന്നിരിക്കുന്ന മിസ്റ്റർ ജോസഫ് പി മാണി, അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒരു പ്രവാസിയായിരുന്നു, ഇപ്പോൾ ബിസിനസ് നടത്തുന്നു. ഒത്തിരിയധികം അനുഭവങ്ങളുള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെ പരിചയപ്പെടാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. വെൽക്കം ടു കാനാൻ ദേശം സീസൺ 2. എറണാകുളത്ത് എവിടെ നിന്നാണ്? എറണാകുളം വഴക്കല. ഓക്കെ. എന്താണിപ്പോ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാണെന്ന് പറയാമോ? മെഷീനറീസ് ഒക്കെയാണ്, ക്ലീനിങ് എക്യുപ്മെന്റ്സ് ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ കാർ വാഷിംഗ് മെഷീൻസും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. സപ്ലൈ ചെയ്യുന്ന അതിന്റെ ഡീലേഴ്സ് ആണ്? അല്ല, ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് സപ്ലൈ ചെയ്യുന്നതാണ്, മാർക്കറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. എന്താണ് നിങ്ങളുടെ അതിന്റെ പേരെന്താണ്? നിങ്ങളുടെ ജാക്സ് ഇംബെക്സ് എന്ന് പറയും. ജാക്സ് ഇംബെക്സ്. ഓക്കെ. അപ്പോൾ ബിസിനസ്സുമായിട്ട് ഇപ്പോൾ നാട്ടിൽ സ്വസ്ഥം? സെറ്റിൽ ചെയ്ത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ വൈഫുണ്ട്, 2 പിള്ളേരും, മോനും മോളും. വൈഫ്, 2 കുട്ടികൾ. അപ്പോൾ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം, കൂടുതൽ ജോസഫ് പി മാണിയുടെ വിശേഷങ്ങൾ അറിയാം. ആദ്യം നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ് ഉണ്ടാവും. 2 ചോദ്യങ്ങൾ അടുത്ത് ആൻസർ തെറ്റുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങളും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം ഈ ഒറ്റ റൗണ്ടിൽ. ക്ലിയർ അല്ലേ? പോകാം നമുക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള ആദ്യത്തെ ചോദ്യം. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് ദാവീദ് രാജാവിന്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആര്? ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് ദാവീദ് രാജാവിന്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആര്? ഓപ്ഷൻ എ ഏലിയ, ഓപ്ഷൻ ബി ഏലിഷ, ഓപ്ഷൻ സി നാഥാൻ ആൻഡ് ഓപ്ഷൻ ഡി ഗാദ്. ആരാണ് ആ പ്രവാചകൻ? ഓപ്ഷൻ സി നാഥാൻ. ഓപ്ഷൻ സി നാഥാൻ.
ഉറപ്പാണോ? ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി, നാഥാൻ. നന്നായിട്ട് വായിച്ചിട്ടുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. അതാണ്, അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ സി, നാഥാൻ, റൈറ്റ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ചോദ്യം വളരെ ഭംഗിയായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അല്ലേ ഇതിനു മുമ്പ്? എവിടെയായിരുന്നു? ഞാൻ ഷാർജയിലായിരുന്നു. ഷാർജയിലായിരുന്നു. പറയാമോ അവിടുത്തെ അനുഭവങ്ങൾ? ഷാർജ ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെയായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു? ഏകദേശം 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. 9 വർഷം ഷാർജയിലുണ്ടായിരുന്നു. അവിടെ നല്ല പള്ളികളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക കോമ്പൗണ്ടിൽ എല്ലാ പള്ളികളും കൂടെ കൂടിയുള്ള ഒരു പ്രത്യേക കോമ്പൗണ്ടാണ്. വലിയ പള്ളിയാണെന്ന് തോന്നുന്നു. വലിയ സെന്റ് മൈക്കിൾസ് ചർച്ച് എന്നാണ്. അവിടെ ആക്റ്റീവായിരുന്നോ? അവിടെ കുഴപ്പമില്ലായിരുന്നു. അവിടെ എന്തായിരുന്നു ജോലി? ഞാൻ അക്കൗണ്ട്സിലായിരുന്നു. ഗവൺമെന്റ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെയുള്ള എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ, പ്രവാസ ജീവിതം, നാട് മിസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നാട്ടിലായതുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. എങ്കിലും അന്നത്തെ ഒരു കാലഘട്ടം ഓർത്തെടുക്കാൻ പറ്റും. അന്ന് ആദ്യകാലത്ത് നാട്ടിലേക്ക് പോകണം, തിരിച്ചു പോകണം എന്നുള്ള ഒരു മിസ്സിംഗ്, നാട് മിസ് ചെയ്തതിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് അഡ്ജസ്റ്റ് ആയി അവിടെ. ഓക്കെ. എങ്കിലും അവിടെ എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ, ദൈവാനുഭവങ്ങളൊക്കെ അവിടെ വെച്ച് ഉണ്ടായ സംഭവങ്ങളുണ്ട്. പറയാമോ? എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ അവിടെ ചെന്ന ഇടയ്ക്ക് 96-ലാണ്. അപ്പോൾ അവിടെ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയുമായിട്ടൊരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കരമായിട്ട് ദേഷ്യങ്ങളൊക്കെ വന്നു. മനസ്സിൽ ഭയങ്കര വൈരാഗ്യം വന്നു. അപ്പം ഇത് വൈരാഗ്യമായി ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ബൈബിൾ വായിക്കാറുണ്ട്. പുതിയ നിയമം ബൈബിളാണെന്ന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യത്തെ ദിവസം വന്ന് ബൈബിൾ തുറന്ന് വായിച്ചപ്പം എനിക്ക് കിട്ടിയത് മത്തായിയുടെ സുവിശേഷമാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള ഭാഗമാണ്. അതെന്താണെന്നറിയാവുന്നതുകൊണ്ടും ഞാനത് മടക്കി വെച്ച് വായിച്ചില്ല. പിന്നെ രണ്ടാം ദിവസവും അങ്ങനെ പോയി ആ പുള്ളിയോട് വീണ്ടും എനിക്ക് ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. ഞാൻ രണ്ടാം ദിവസം വന്ന് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നപ്പം വീണ്ടും ആ സെയിം ഭാഗം തന്നെ കിട്ടി. അതും ഞാൻ മടക്കി വെച്ചു, കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മൂന്നാം ദിവസം ഇങ്ങനെ പോയി എനിക്ക് ഭയങ്കര ദേഷ്യമായി. മൂന്നാം ദിവസം അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ വീണ്ടും കുറെ നേരം കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നു. ഞാൻ അടുത്ത് പുള്ളിക്ക് എന്തെങ്കിലും ശിക്ഷ ദൈവം കൊടുത്തോളും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു വചനം കിട്ടണമെന്നായിരുന്നു പ്രാർത്ഥന. ഞാൻ തുറന്നു നോക്കാൻ വീണ്ടും അതേ വചനം തന്നെ ദൈവം എനിക്ക് സന്ദേശമായിട്ട് നൽകി. ആ സമയത്ത് ഞാൻ വളരെ നിരാശനായി പോയി. കാരണം കർത്താവ് തരുന്ന വചനം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് തോന്നൽ വന്നു, ഇതെനിക്ക് തരുന്ന ഒരു സന്ദേശമാണ് ദൈവം തരുന്നതെന്ന് തോന്നി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ശക്തി തന്നാൽ ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഒരു വലിയൊരു തണുപ്പ് എന്റെ നെറ്റിയിലേക്ക് അടിച്ച് ഹൃദയത്തിൽ കൂടെ അങ്ങ് പോയി. ആ ഒരു മേഖല എന്നെ ക്ലിയർ ആക്കി തന്നു. ആ വ്യക്തികളുടെ വെറുപ്പും മാറി, ഭയങ്കര സന്തോഷം എന്നിൽ ഉണ്ടായി. ഒരു വലിയ ദൈവാനുഭവമായിരുന്നു അത്. ഞാൻ അതിനു മുമ്പ് ഒരു ധ്യാനം കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു നായിക്കമേച്ചന്റെ ഒരു ചെറിയൊരു കൺവെൻഷൻ മാത്രം 2 ദിവസം കൂടിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതൊരു പരിശുദ്ധാത്മാവിന്റെ അനുഭവമാണെന്നുള്ളത് എനിക്കന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് ഒത്തിരി കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇത് ദൈവാനുഭവമായിരുന്നല്ലോ എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, തിരിച്ചറിഞ്ഞത്. വളരെ, കാരണം ദൈവം വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിച്ചത് ആ ഒറ്റ വചനമായിരുന്നു അല്ലേ? ആ ഒരു വചനം തന്നെ 3 ദിവസം കിട്ടിയപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം ഞാൻ തീർച്ചയായിട്ടും അത് ഉപേക്ഷിച്ച് കളഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ദേശം എന്നെ നിലനിൽക്കുകയും ഞാൻ ഇന്ന് രോഗിയായി മാറുകയും ചെയ്തു തന്നെ. തീർച്ചയായിട്ടും. കാരണം ദൈവത്തിന്റെ ഇടപെടലായിരുന്നത്. സങ്കീർത്തനം 119:26 പറയുന്നുണ്ട്, എന്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുകയും അത് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി. കാരണം കർത്താവിന് സാധിക്കാത്തതായി ഒന്നുമില്ല അല്ലേ? നമ്മൾ നമ്മുടെ മനസ്സവിടെ തുറന്നു വെച്ചു, എനിക്കിതാണ് എന്റെ ബലഹീനത അവിടെ മുമ്പി വെച്ചപ്പോൾ ആ ബലഹീനതയിൽ ദൈവം ബലമായിട്ട് കൂടി. ആ സമയത്ത് എനിക്ക് ആ വ്യക്തിയോട് പെട്ടെന്ന് സ്നേഹമാണ് തോന്നിയത്. കാരണം ഈ വ്യക്തി കാരണം എനിക്കൊരു അനുഭവം, ഇങ്ങനെ ദൈവാനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ആ ദേശത്തിന് പകരം പുള്ളിയുടെ ഒരു സ്നേഹമായി മാറി. പിന്നെ അങ്ങനെ ഒരു മാറ്റമായിരുന്നു അതിന് കിട്ടിയത്. അത് അങ്ങനെയുള്ളൊരു വ്യക്തിയിലൂടെയാണ് ദൈവം ജോസഫിനെ ദൈവാനുഭവത്തിലേക്ക് വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ ഓരോ ആംഗിളിൽ കൂടെ നമ്മൾ കാണുമ്പോൾ ഓരോ കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞതാണല്ലേ? ഓരോ ആംഗിളുകൾ തിരിച്ച് ആദ്യം ആ വ്യക്തിയോടുണ്ടായിരുന്ന വിദ്വേഷം ദൈവം മനസ്സിൽ വന്നതിന് ശേഷം നോക്കുമ്പോൾ ആ വ്യക്തിയോട് സ്നേഹമാണ്. എനിക്ക് വീണ്ടും ബൈബിൾ ഈ വചനം ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിത് യാതൊരു ഇൻട്രസ്റ്റും കാണിക്കാത്ത വചനമായിരുന്നു, കാരണം നടക്കാത്ത സംഭവം. പക്ഷേ നമുക്ക് മനസ്സിലായത് ബൈബിളിലെ ഓരോ വാക്യങ്ങളുടെയും ഒരു വില എനിക്ക് ഇത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്.
വെരി ഗുഡ്. നല്ല ഒരു അനുഭവമായിരുന്നു. ഷെയർ ചെയ്തതിന് വളരെയധികം താങ്ക്സ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. ലിദായിൽ വെച്ച് പത്രോസ് സുഖപ്പെടുത്തിയ തളർവാദ രോഗിയുടെ പേരെന്ത്? ലിദായിൽ വെച്ച് പത്രോസ് സുഖപ്പെടുത്തിയ തളർവാദ രോഗിയുടെ പേരെന്ത്? ഓപ്ഷൻ എ അനനിയാസ്, ഓപ്ഷൻ ബി ബർണബാസ്, ഓപ്ഷൻ സി ഐനയാസ് ആൻഡ് ഓപ്ഷൻ ഡി തബിത്ത. ആരെയാണ് പത്രോസ് സുഖപ്പെടുത്തിയത് ലിദായിൽ വെച്ച്? തബീത്ത. ഒന്നുകൂടെ ആലോചിച്ചു. അനന്യാസ്. ഏതാണ് ഞാൻ ലോക്ക് ചെയ്യേണ്ടത്? അനന്യാസ്. അനനിയാസ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ അനനിയാസ്. ഇതും അത്ര ഉറപ്പില്ല അല്ലേ? തബീത്ത മരിച്ച ആളായിരുന്നു, എഴുന്നേൽപ്പിച്ചതാണ്. ഓക്കെ. പക്ഷേ തളർവാദ രോഗി എന്ന് പറഞ്ഞപ്പം ഒരു ഡൗട്ട് വന്നു. ഇപ്പോൾ അനനിയാസ് അന്യാസ് എന്നാളാണ്. നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. അനനിയാസ് ഓപ്ഷൻ എ റോങ് ആൻസർ ആണ്. നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഐനയാസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അത് വന്നിരുന്നോ മനസ്സിൽ വന്നിരുന്നു. പക്ഷെ വേണ്ട, പഴയ ആൻസർ സി തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയതാണ്. ആൻസർ അറിയാം, കാരണം അതിനകത്ത് അത് ക്വിസ് മാസ്റ്ററുടെ അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്യുന്നവരുടെ ഒരു ക്ലവർനെസ് ആണ്. അതിനകത്ത് അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് റൈറ്റ് ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ അത് സി ആയതുകൊണ്ട് ആയിക്കൂടെ. അതാണ് അവിടെ ഒരു അവരുടെ ഒരു ബ്രില്യൻസ് അവർ കാണിച്ചു എന്നുള്ളതാണ്. കാരണം ആ ഒരു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിനകത്ത്. അതുകൊണ്ട് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും ആൻസർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ചിലപ്പോൾ അറിയാവുന്ന ആൻസർ പോലും നമുക്ക് ചിലപ്പം തെറ്റായിട്ട് തോന്നാറുണ്ട്. അറിയായിരുന്നു. പിന്നെ അന്യാസ് വന്നപ്പോഴാണ് പിന്നെ ഇനിയോ കുഴപ്പമില്ല, നന്നായിട്ട് പോയി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഫാമിലിയെ പരിചയപ്പെടാം. ഒരു നല്ല അംഗബലത്തോടെയാണ് വന്നിരിക്കുന്നത് അല്ലെ? നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട്. നമുക്ക് നോക്കാം. ആദ്യം എന്റെ പേര് മേഴ്സി ജോസഫ്. ഞാൻ ജോസഫിന്റെ ചേച്ചിയാണ്. ഞങ്ങൾ കോയമ്പത്തൂര് താമസിക്കുന്നു. രാമനാഥപുരം രൂപത അംഗമാണ്. ഓഹോ, ഇപ്പൊ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്? അതെ, കോയമ്പത്തൂർ. ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണോ? അതെ അതെ. ഓ, വെരി ഗുഡ്. അപ്പം എന്താണ്? വളരെ ആക്റ്റീവാണ് പള്ളിയിലെല്ലാം. അവിടെ കോയമ്പത്തൂര് ഏതാണ് നിങ്ങളുടെ ചർച്ച? അവിടെ ഞങ്ങള് രാമനാഥപുരം കത്തീഡ്രൽ ചർച്ചിലെ അംഗമാണ് ഞങ്ങള്. ഓഹോ, വർഷങ്ങളായിട്ട് കോയമ്പത്തൂരാണോ? ഒരു 32 വർഷം മുമ്പ് കോയമ്പത്തൂർ വന്ന് താമസിക്കുന്നതാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അവിടെ അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ സെറ്റിലായി അവിടെ. ഞങ്ങൾക്ക് നല്ലൊരു പള്ളി അടുത്തുണ്ട്. അങ്ങനെ അവിടെ നല്ലൊരു പ്രദേശമാണ്. അങ്ങനെ ജോസഫിന്റെ ചേച്ചിയാണ്, മൂത്ത പെങ്ങളാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. കാനാൻ ദേശം. എന്താണ് അനിയനെ കുറിച്ചുള്ള അഭിപ്രായം? ബൈബിളിനെ കുറിച്ചൊക്കെ നല്ല അറിവും പ്രാർത്ഥനയും എല്ലാം ഉള്ള ഒരു അനുജനാണ്. എന്റെ ചെറിയ ആങ്ങളെയാണ്. ചെറുത് മുതലേ എടുത്തോണ്ട് നടന്ന് വളർത്തിയൊരു. അതെ, അമ്മയുടെ സ്ഥാനമാണ്. തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും ഉണ്ടോ? അച്ഛനും അമ്മയും അച്ഛൻ മരിച്ചുപോയി. 2-1.5 വർഷം. അമ്മയുണ്ട്. പ്രായമായി. അമ്മ എവിടെയാണ്? പാലയിലാണ്. ഇപ്പൊ ചേട്ടന്റെ കൂടെയാണ്. ചേട്ടന്റെ കൂടെയാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. അടുത്തിരിക്കുന്ന മോളാണല്ലേ? മോള്. എന്റെ പേര് ബ്രിറ്റി മരിയ ജോസഫ്. ഞാൻ 12th പഠിക്കുന്നു. 12th എവിടെ മോളെ? ഏത് സ്കൂൾ? രാജഗിരി. 12th അല്ലേ? എന്താവാനാണ് പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ? ബികോമിന് പോവാ, പിന്നെ സിഎക്ക് ട്രൈ ചെയ്യുക. ബികോം, അത് കഴിഞ്ഞ് സിഎ. ഓക്കെ, നല്ല ചോയ്സ് ആണല്ലേ? ബ്രില്യന്റ് ആണോ ആ കാര്യത്തിൽ? കുഴപ്പമില്ല, പഠിക്കുന്നു. പപ്പായുടെ സഹായമുണ്ട് അല്ലേ? ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പാട്ട്, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പള്ളി പാടും. പള്ളിയിൽ അവിടെ കൊയറിൽ പാടുന്നുണ്ട്? കൊയറിൽ പാടും. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ പാടാൻ പറ്റുമോ? കാനാൻ ദേശം സീസൺ 2 വേണ്ടി. താരം നീലവാനിൽ ഉദിച്ചുയർന്നു വാ, രാഗം ഈണമോടെ അണിഞ്ഞുറങ്ങി വാ, മോദം ശാന്തിഗീതം മുതൽ തുടർന്നു വാ, ഈനോ ദൈവപുത്രൻ ജാതനായി തരാതലേ
കവിൾ പൂ നിറഞ്ഞു തൂകിവാ പുത്തൻ സുപ്രഭാതം വിളിച്ചുണർത്തിവാ. നന്നായിരുന്നു മോളെ, നന്നായിരുന്നു. അപ്പൊ നല്ല ഒരു പാട്ടിന്റെ അകമ്പടിയോടെ നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോയിട്ട് ഫാമിലിയിലെ ബാക്കി മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. റെഡിയല്ലേ? റെഡിയാണ്. കാണാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ജോസഫ് ഇ മാണിക്കുള്ള മൂന്നാമത്തെ ചോദ്യം. യേസക്, സിത്ന, റഹോബോത്ത് എന്നിവ ഇസ്ഹാക്ക് എന്തിനു നൽകിയ പേരുകളാണ്? യേസക്, സിത്ന, റഹോബോത്ത് എന്നിവ ഇസ്ഹാക്ക് എന്തിനു നൽകിയ പേരുകളാണ്? ഓപ്ഷൻ എ കിണറുകൾക്ക്, ഓപ്ഷൻ ബി പട്ടണങ്ങൾക്ക്, ഓപ്ഷൻ സി നദികൾക്ക് ആൻഡ് ഓപ്ഷൻ ഡി താഴ്വരകൾക്ക്. എന്തിനാണ് ഇസ്ഹാക്ക് ഈ പേര് നൽകിയത്? ഓപ്ഷൻ ഡി താഴ്വര. ഒന്നുകൂടെ ആലോചിച്ചു. പട്ടണങ്ങൾക്ക്. ഞാൻ ഏതാണ് ലോക്ക് ചെയ്യേണ്ടത്? പട്ടണം. ഓപ്ഷൻ ബി. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി പട്ടണങ്ങൾക്ക്. ആദ്യം താഴ്വരകളായിരുന്നു. നമുക്ക് ഒരു ഗസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആർക്കെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. എനിഹോ ജോസഫ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഇതാണ് ആൻസർ, പട്ടണങ്ങൾക്ക്, ഓപ്ഷൻ ബി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ അഭിപ്രായമുണ്ടോ? കിണറുകൾക്ക്. കിണറുകൾക്ക്. ഇത് ജോസഫിന്റെ അലിയനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി പട്ടണങ്ങൾക്ക് റോങ് ആൻസർ ആണ്. ഇനി ജോസഫിന്റെ പ്രിയപ്പെട്ട അലിയൻ പറഞ്ഞത് റൈറ്റ് ആൻസർ ആണോ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ കിണറുകൾക്ക് റൈറ്റ് ആൻസർ. അതായിരുന്നു റൈറ്റ് ആൻസർ. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം. ഇപ്പം ആൻസർ പറഞ്ഞ അദ്ദേഹത്തെ പരിചയപ്പെടാം. പേരെന്ന് പറയൂ. എന്റെ പേര് ജോസഫ്, വീട്ടുപേര് എലഞ്ഞിയിൽ, പാലായിൽ ജനിച്ചു വളർന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം അതിരപ്പള്ളിക്ക് അടുത്ത് അരൂർമൊഴി ഇടവക്കാരാണ്. അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ എയർഫോഴ്സ് റിട്ടയർഡ് ചെയ്തിട്ട് കോയമ്പത്തൂർ സെറ്റിലായിരിക്കുകയാണ്. വെരി ഗുഡ്. എയർഫോഴ്സിലായിരുന്നു? അതെ. ഓക്കെ. എന്താണ് അവിടുത്തെ അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ? എയർഫോഴ്സിൽ എന്നെ ഞാനാക്കിയത് തന്നെ എയർഫോഴ്സുകാരാണ്. എയർഫോഴ്സിലെ ജീവിതം നല്ല ഭാവിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ കൂടുതലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഏത് ഐറ്റം ആയിരുന്നു സ്പോർട്സിൽ? 100-200 മീറ്റേഴ്സ് സ്പ്രിന്റ് ഐറ്റംസ് ആയിരുന്നു. ഓക്കെ. സർവീസസ് കോച്ചായിരുന്നു. അതിനുശേഷം കോയമ്പത്തൂർ വന്ന് സെറ്റിലായി. ഇപ്പോഴും ഒരു ഹെൽത്തി ഹാബിറ്റായിട്ട് സ്പോർട്സ് അങ്ങനെ റണ്ണിങ് കണ്ടിന്യൂ ചെയ്യുന്നു. മാസ്റ്റേഴ്സ് മീറ്റിൽ പോകുന്നുണ്ട്. ഇപ്പം എവിടെയൊക്കെ പോയിട്ടുണ്ട് മീറ്റുകൾ? ഏഷ്യൻ മീറ്റ് സിംഗപ്പൂര്, അതിനുശേഷം വേൾഡ് മീറ്റ് മെൽബോൺ, ലാസ്റ്റ് ഇയർ ആസ്ട്രേലിയൻ ഗെയിംസ് അഡലേഡ്. ഓക്കെ. അതിന്റെ പെർഫോമൻസ് വെച്ച് എന്നെ ഇപ്പോൾ വേൾഡ് വെറ്ററൻ ഗെയിംസിന് ന്യൂസിലൻഡ് ഓക്കലൻഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. വാ. അപ്പം ജോസഫിന്റെ അളിയൻ ഒരു ചില്ലറക്കാരനല്ല അല്ലേ? യുഎസ്എയിലും പോയി ഒന്ന് ഓടിയായിരുന്നു. യുഎസ്എയിലും ഈ പ്രായത്തിലും ആ എനർജി കീപ്പ് ചെയ്യുന്നത് അതൊരു വലിയ അനുഗ്രഹമാണല്ലേ? അനുഗ്രഹം. അതോടൊപ്പം താങ്കളുടെ ഒത്തിരിയധികം കഠിനാധ്വാനം അതിന്റെ പുറകിൽ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പാണല്ലോ. അത് ഡെയിലി എല്ലാ ദിവസവും മിസ് ചെയ്യാറ്, എല്ലാ ദിവസവും പ്രാക്ടീസിന് പോകുന്നുണ്ട്. വാമപ്പ് എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എല്ലാ ദിവസവും പള്ളിയിലും പോകും. പ്രാർത്ഥന പുള്ളിയുടെ ഏറ്റവും വലിയ ഇതാണ്. ദൈവത്തിനോട് കൂടെ ഓടുന്നു. ഞങ്ങളുടെ ഇടവക ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ച് രാമനാഥപുരം. ഫാദർ ജോൺസൺ വിപ്പാട്ട് പറമ്പിലാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ. പിന്നെ പിതൃവേദിയിലും മെമ്പറാണ്. കൂടാതെ എല്ലാ മാസവും റിസോഴ്സ് ടീം ഞങ്ങളുടെ ബിഷപ്പ് മാർ പോൾ ആലപ്പെട്ട പിതാവ് സംഘടിപ്പിക്കുന്ന ക്ലാസ് ഉദാസികളെ പറ്റിയും
അതിനുശേഷം ഇപ്പോൾ കുർബാനയെ പറ്റി ഞങ്ങൾക്ക് വിശദീകരിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും റിട്ടയർ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു അല്ലേ കൊതി തോന്നുന്നു നമുക്ക് കേൾക്കുമ്പോൾ അല്ലെ. റിട്ടയർമെന്റിന് ശേഷവും ഇത്രയും ആക്റ്റീവായിട്ട് എത്രയെത്ര അതാണ് റിട്ടയർമെന്റിന് ശേഷം പലപ്പോഴും പല അധ്യാപകരും പല ആൾക്കാരും പെട്ടെന്ന് അതായത് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ അത് കഴിയുന്ന ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ വയസ്സായവരായിട്ട് അവരെവിടെയെങ്കിലും വളരെ എന്താ പറയുക സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ അവരപ്പോഴും എനർജറ്റിക് ആയിരിക്കും. അവർക്കൊരു വല്ലാത്തൊരു എനർജിയാണ്. അതാ ഒരു ഇങ്ങനെയുള്ള ഈ ഇത് കണ്ട് പഠിക്കണം. ജോസഫ് സാർ അല്ലെ, ഒത്തിരിയധികം സന്തോഷം സാറിനെ പോലെ ഒരാള് കനാൻ ദേശം ഈ സീറ്റിൽ, അതും കോയമ്പത്തൂരിൽ നിന്ന് അളിയന് വേണ്ടിയിട്ട് വളരെയധികം സ്നേഹത്തോടെ അളിയന് വേണ്ടി കുഞ്ഞളിയൻ അല്ലേ. കൂടാതെ ഞങ്ങളുടെ എയർഫോഴ്സ് അസോസിയേഷന്റെ കോയമ്പത്തൂർ സെക്രട്ടറിയാണ് ഞാൻ. പെൻഷൻ പറ്റിയവർക്കും അവർക്ക് വേണ്ട സഹായവും ഒക്കെ ചെയ്തു കൊടുക്കാൻ വോളണ്ടറി സർവീസ് ചെയ്യുന്നു. ഇപ്പൊ താമസിക്കുന്നത് കോയമ്പത്തൂരാണ്. അതെ. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് മറ്റു രണ്ടുപേരിലേക്ക് വരാം. ഓക്കെ, കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ജോസഫിനുള്ള 4ാമത്തെ ചോദ്യം. വെളിപാട് പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? വെളിപാട് പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ എ 25 അധ്യായം, ഓപ്ഷൻ ബി 12 അധ്യായം, ഓപ്ഷൻ സി 22 അധ്യായം ആൻഡ് ഓപ്ഷൻ ഡി 20 അധ്യായം. എത്ര അധ്യായങ്ങളുണ്ട് വെളിപാട് പുസ്തകത്തിൽ? ഓപ്ഷൻ സി 22 അധ്യായം. ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണ്? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി. ഓപ്ഷൻ സി 22 അധ്യായം. ഉറപ്പാണല്ലേ? പ്രതീക്ഷ. അതും പ്രതീക്ഷയാണ്. നമുക്ക് നോക്കാം. ഒരുപാട് വായിച്ചിട്ടുണ്ട്. എങ്കിലും ഉറപ്പായി അധ്യായങ്ങൾ എത്ര ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. 22 അധ്യായം. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. അപ്പോൾ സിൽവർ റൗണ്ട് കാനാൻ ദേശം സീസൺ 2 ഫസ്റ്റ് റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ജോസഫ് പി മാണിയുടെ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ജോസഫ് പി മാണിക്ക് ലഭിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points, and second question no points, and third question again no points. So അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോയതുകൊണ്ട് 10 points മൈനസ് ആവുന്നതാണ്. The last question, that is the silver question, 10 points, and silver roundil Joseph P. Manikku ലഭിക്കുന്ന total points 10 points. സിൽവർ റൗണ്ടിൽ 10 points. ഞാൻ ഇതിനു മുമ്പ് വന്ന എപ്പിസോഡിലുള്ളവരോട് പറയുന്ന പോലെ ആദ്യത്തെ റൗണ്ടിൽ മാർക്ക് അല്ലെ പോയിന്റ് കുറഞ്ഞു എന്നോർത്തുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ടതില്ല. കാരണം കൂടുതൽ ഇതിലും നല്ലതായിട്ട് സ്കോർ ചെയ്തു പോയ ഒത്തിരി ചരിത്രം കാനാൻ ദേശം സീസൺ 2 വീണ്ടും കോൺഫിഡന്റ് ആയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ റെഡിയാവുക. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? തുടങ്ങാം. ഏതാണ് അടുത്ത റൗണ്ട്? ഗോൾഡൻ റൗണ്ട്. കാനാൻ ദേശം സീസൺ 2 ദ നെക്സ്റ്റ് റൗണ്ട് ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണുള്ളത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 pointsന് പകരം 5 points ആണ് ലഭിക്കുക. ഇവിടെയും 4 ചോദ്യങ്ങളും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ 10 points ബോണസ് ലഭിക്കും. ടോട്ടൽ 50. അതാണ് ഗോൾഡൻ റൗണ്ട്. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള ആദ്യത്തെ ചോദ്യം. നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് റൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്? നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് റൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്? ആൻസർ അറിയില്ലെങ്കിൽ നമുക്ക് ബൈബിൾ ഓപ്ഷൻ ഉണ്ട്. ബൈബിൾ.
ഇനിയും 34 സെക്കൻഡ്സ് കൂടി. നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് റൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്? ഇനിയും 5 മിനിറ്റ് കൂടി. ടൈം ഔട്ട്. ജോസഫ്, ഓക്കെ, നമുക്ക് ചോദിക്കാം. അവർക്കാർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചാലോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വിധവ. വിധവ. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്കറിയാമോ? മാൻപേട. ഒത്തിരി ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സന്തുഷ്ട, അതാണ് റൈറ്റ് ആൻസർ. അറിയാമായിരുന്നു? വായിച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ ബൈബിളിൽ അത് കിട്ടാതെ പോയത്, പെട്ടെന്ന് അവിടെ വരെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ടെൻഷൻ. വീണ്ടും അടുത്ത കുറച്ചൊരു സ്പീഡ് കൂടി, അതാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ റൂത്ത് 1:20 ഈ ഭാഗം പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം കഴിച്ചിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. നമുക്ക് ജോസഫിന്റെ കുടുംബത്തിലെ ഇനിയും 2 പേരെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാം. അവന്റെ പേര് പറയും. എന്റെ പേര് ബ്രിജോ. ഞാനിപ്പോ ശ്രീതക്ക പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം എവിടെയാണ്? ഏത്? പാലാരിവട്ടത്ത് തന്നെ. ഓക്കെ, മോനെന്താണ് ചേച്ചി അനിയത്തിയെ പോലെ പാടുവോ? അങ്ങനെ വല്ലതും ഉണ്ടോ? പാട്ട് പാടും. നമുക്കൊരു പാട്ട് പാടിയാലോ? റെഡിയാണോ? റെഡി. എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിരുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാറ്റുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം. നന്നായിരുന്നു മോനെ, നന്നായി പാടി. നമുക്ക് ഇനി ജോസഫിന്റെ പ്രിയ പത്നി. എന്റെ പേര് ബ്രിജിറ്റ്, എറണാകുളത്ത് നിന്ന് വരുന്നു. ജോസഫിന്റെ വൈഫാണ്. ഹൗസ് വൈഫാണോ? അതോ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോലിയില്ല. ഇല്ല. നേരത്തെ ചെയ്തിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. എവിടെ? വിദേശത്തായിരുന്നപ്പോൾ എന്തായിരുന്നു? അക്കൗണ്ട് സെക്ഷനിലായിരുന്നു. അക്കൗണ്ട് സെക്ഷനിൽ. ഇപ്പോൾ മക്കളെ നോക്കുന്നു. ജോസഫിന് എല്ലാ പിന്തുണയുമായിട്ട്. എന്താണ് ഈ പഠിക്കാൻ, ബൈബിള് പഠിക്കാനായിട്ട് എങ്ങനെയാണ് ജോസഫിനെ സഹായിക്കുക? അതോ ക്വസ്റ്റ്യൻ അയക്കാൻ സഹായിച്ചാൽ? എങ്ങനെ? ക്വസ്റ്റ്യൻ അയക്കാൻ പ്രേരിപ്പിച്ചായിരുന്നു. പുള്ളിക്കാരത്തി ഇടയ്ക്ക് ഞാൻ വരുമ്പം ബൈബിൾ വായിച്ചിട്ട് ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി വെക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ സീറ്റിലെത്തിയത് അല്ലേ? അവിടുന്നാണ് തുടക്കം. അതെ, എപ്പോഴും ഒരു പുരുഷന്റെ വിജയത്തിന് പുറകിൽ അല്ലേ ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയും. അത് ബ്രിജിത്ത്, ഒത്തിരി സന്തോഷം ജോസഫിനെ ഈ സീറ്റിലേക്ക് എത്തിച്ചതിൽ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ജോസഫ് സി മാണിക്കുള്ള 2ാമത്തെ ചോദ്യം. യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് ഏത് പട്ടണത്തിൽ നിന്നുള്ളവനായിരുന്നുവെന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് ഏത് പട്ടണത്തിൽ നിന്ന് ഉള്ളവനായിരുന്നുവെന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? ഉറപ്പാണോ? വായിച്ചായിട്ട് ഓർമ്മയുണ്ട്. വായിച്ചായിട്ട് ഓർമ്മയുണ്ട്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ബെത്സെയ്ദ റൈറ്റ് ആൻസർ. യോഹന്നാൻ 1:44 ഈ ഭാഗം വായിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജോസഫിന്റെ പ്രവാസ ജീവിതം കഴിഞ്ഞു. അവിടുത്തെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു. തിരിച്ച് നാട്ടിലേക്ക് എത്തി. എത്ര വർഷമായി ഇപ്പോൾ നാട്ടില്? 2004 ഞാൻ തിരിച്ചു വന്നു. 2004 അതിനുശേഷം സ്ട്രേറ്റ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയായിരുന്നു. തുടങ്ങിയതാണ്. എങ്ങനെയുണ്ട് ബിസിനസ്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ നാട്ടിലെ അനുഭവങ്ങൾ?
നാട്ടിലെ ഇപ്പം എന്റെ വീട്ടിലെ ഫാദറും മദറും ഉണ്ടായിരുന്നു. ചേട്ടനും കുടുംബം അവിടെ താമസിക്കുന്നത്. പിന്നെ നാട്ടിൽ പെങ്ങന്മാർ 2 പേരുണ്ട്. ചർച്ച് ഏതാണ് നിങ്ങളുടെ? ഞാൻ എറണാകുളത്ത് സെന്റ് ജോസഫ് ചർച്ച് വാഴക്കാല സെന്റ് ജോസഫ്സ്. ഓക്കെ. ചർച്ചിൽ ആക്റ്റീവ് ആണോ? ചർച്ചിലെ കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ പരീക്ഷ കൗൺസിൽ മെമ്പർ ആയിരുന്നു ഇതിനു മുമ്പത്തെ. സെൻട്രൽ കമ്മിറ്റി മെമ്പർ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയാണ് നാട്ടിലെ ജീവിതാനുഭവങ്ങൾ? ഐ മീൻ വീട്ടിലെ പ്രാർത്ഥന അനുഭവങ്ങളൊക്കെ? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്. പിന്നെ കുർബാന മിക്കവാറും പള്ളി അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കുർബാനയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ ഒത്തിരി ദൈവിക സംരക്ഷണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഈ അടുത്ത കാലത്ത് തന്നെ ഒരു 2 വർഷം മുമ്പ് നമ്മുടെ വീട്ടിലെ ഒരു എയർ കൂളറിന് തീ പിടിച്ചു രാത്രിയിൽ. വീടിനകത്ത് മോളുടെ റൂമിലായിരുന്നു. അപ്പം കൂളർ കത്തി 2 മണിയായപ്പം ഭയങ്കരമായിട്ട് തീ കത്തി മുഴുവൻ സ്ഥലത്തും പുകയായി. അപ്പം മോൻ എന്തോ ഈ തീ കണ്ടുകൊണ്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ നമ്മൾ മുറിക്കകത്ത് കയറാൻ മേലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് അവളെ പുറത്തിറക്കി വെള്ളം ഒഴിച്ച് കെടുത്തിയെങ്കിലും കംപ്ലീറ്റ് വീട് കംപ്ലീറ്റ് പുകയായി മാറി. അങ്ങനത്തെ അകത്തേക്കേ കയറാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. എന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ മുറിക്കകത്ത് തീ കത്തുമ്പം മോളുടെ ബെഡിന്റെ അടി വരെ തീ കടിച്ചു. ബെഡിന്റെ അവിടെ വന്നപ്പോൾ നിന്നുപോയി. പുസ്തകങ്ങളുണ്ടായിരുന്നു, ഒത്തിരി തുണികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനൊന്നും തീ പിടിച്ചില്ല ദൈവാനുഗ്രഹം. പിന്നെ തന്നെയല്ല, ഞങ്ങൾ വീട്ടിൽ മൊസ്കറ്റോ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മൊസ്കറ്റോ നെറ്റിന്റെ പുറത്ത് കർട്ടൻ ഉണ്ടായിരുന്നു. കർട്ടന് തീ പിടിച്ചില്ല, പക്ഷെ അതിന്റെ അടിയിൽ കിടന്ന മൊസ്കറ്റോ നെറ്റ് കരിഞ്ഞു പോയി. അങ്ങനെ ഇത് വന്നു. പിന്നീട് ഞാൻ ഏകദേശം 2 മാസം കഴിഞ്ഞപ്പം പാലക്കാട് അട്ടപ്പാടിക്കാട് ഒരു ധ്യാനകേന്ദ്രമുണ്ട്, അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് സിസ്റ്ററായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഇങ്ങനെ വീട്ടിലൊരു അപകടം ഉണ്ടായല്ലോ ഈ ഒരു 2 മാസം മുമ്പെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞു. സിസ്റ്റർ എന്നോട് പറഞ്ഞത്, വെള്ള ഉടുപ്പിട്ട് നീല ഷോൾ ഇട്ടൊരു മാതാവ് മോളെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞങ്ങളുടെ വീട്ടിലൊരു മാതാവിന്റെ ചെറിയൊരു ഗ്രോട്ടമുണ്ട്, ഇത് വെള്ള ഉടുപ്പും നീല ഷോളും ഇട്ടൊരു മാതാവിന്റെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് യാതൊരു അപകടവും പറ്റിയില്ല. എനിക്ക് വന്ന ഒരു 1-2 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഭയങ്കര അപകടാവസ്ഥയിലേക്ക് മാറുന്നതായിരുന്നു. ദൈവം ഭയങ്കരമായിട്ട് സംരക്ഷിച്ചു. അപ്പൊ മാതാവിന്റെ പ്രിയപ്പെട്ട മോളാണ്. മാതാവ് സംരക്ഷിച്ചു അവിടെ. ഓക്കെ, നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കനദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള 3ാമത്തെ ചോദ്യം. മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നതനുസരിച്ച് കർത്താവ് ഉത്തരമരുളുന്നത് എവിടെ നിന്നാണ്? 3ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നതനുസരിച്ച് കർത്താവ് ഉത്തരമരുളുന്നത് എവിടെ നിന്നാണ്? ലൈഫ് ലൈൻ. യുവർ ടൈം. മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നതനുസരിച്ച് കർത്താവ് ഉത്തരമരുളുന്നത് എവിടെ നിന്നാണ്? ഇനിയും 26 സെക്കൻഡ്സ് ഉണ്ട്. വിശുദ്ധ പർവ്വതത്തിൽ നിന്ന്. വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉറപ്പാണല്ലോ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. വിശുദ്ധ പർവ്വതത്തിൽ നിന്ന്. റൈറ്റ് ആൻസർ സങ്കീർത്തനം 3:4 അല്ലേ? വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് റൈറ്റ് ആൻസർ. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്ററായി തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് വൈഫ് അയച്ചു കാനാൻ ദേശം സീസൺ 2ലേക്ക് വരാനുള്ള ജോസഫിന്റെ പ്രചോദനം എന്താണ്? എങ്ങനെയാണ്? ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ലായിരുന്നു. കേബിൾ ടി വി എടുത്തു കഴിഞ്ഞപ്പോൾ സീസൺ 1ന്റെ അവസാന ഒരു ഭാഗം കണ്ടു, കുറച്ച് മാത്രം. അത് കഴിഞ്ഞ് ഇങ്ങനെ സംഭവം എങ്ങനെയാണെന്നും അറിയത്തില്ല. സീസൺ 2 തൊട്ട് നമ്മൾ കുറെ റെഗുലറായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വന്നപ്പം എന്നാൽ ഞാനും ഒന്ന് അയച്ചേക്കാം, കാര്യങ്ങൾ വലിയ ഗ്രാഹ്യമൊന്നുമില്ലെങ്കിലും അയച്ചിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞത് നല്ല മിടുക്കനാണ്, ബൈബിള് പഠിക്കും, നന്നായിരുന്നു, വായിക്കുമായിരുന്നു. പിന്നെ അന്നൊന്നും അത്ര ആയില്ല. ഓക്കെ.
മൂന്ന് തവണ അയച്ചപ്പോഴത്തേനും വിളിച്ചു. പിന്നെ അവർ ഫോണിൽ കൂടെ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്കത് ദൈവാനുഗ്രഹം കൊണ്ട് ഉത്തരം പറയാൻ പറ്റി. പിന്നെ ഓഡീഷന് വന്നപ്പോഴും പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഈ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം സുഹൃത്തുക്കളൊക്കെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒത്തിരി ഉണ്ടോ? ഞങ്ങൾ എന്റെ ഡിഗ്രി പിള്ളേർക്ക് സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും 2-3 പ്രാവശ്യം ഞങ്ങളുടെ കോളേജിന്റെ അവിടെ കൂടാറുണ്ട്. ഓക്കെ, ഇപ്പോഴും ഉണ്ട്. എവിടെയായിരുന്നു? ഏത് കോളേജ്? പാലാ സെന്റ് തോമസ് കോളേജിലായിരുന്നു. പാലാ സെന്റ് തോമസ്. ഓക്കെ, വളരെ പേരുകേട്ട കോളേജാണ്. ഫേമസ് കോളേജായിരുന്നു. ഏത് വർഷമാണ്, ഏത് സമയമാണ്? 84-89 അവിടുന്ന് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. പാലാ സെന്റ് തോമസ്. അവിടെ വളരെ നല്ല ഒരു കോളേജിലാണ് പഠിക്കാൻ. നല്ല വോളിബോൾ ടീം, സ്വിമ്മിംഗ് ടീം, ഗുസ്തി, ജോർജ് ഒക്കെ അവിടെ അല്ലേ? ഒത്തിരി പേരുണ്ടായിരുന്നു. വിൽസഞ്ചെറിയാന്. ഓക്കെ, ഒത്തിരി പ്രഗത്ഭമതികൾ ഗെയിംസിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആ കൂട്ടത്തിൽ ഇതാ ജോസഫ് പി മാണി, കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ സീറ്റിൽ. അപ്പൊ പഴയ സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോഴും നല്ല അടുപ്പം പുലർത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി ഒരു എനർജി തരാറില്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങള് ഇവരൊക്കെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നവരുമാണ്. ഒത്തിരി പേരുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടുന്നുണ്ട്. ആ സമയത്ത് കൂടാറുണ്ട്. ഈസ്റ്റർ, ക്രിസ്മസ്, ഓണം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ബാച്ച് എല്ലാവരും കൂടും. സന്തോഷമാണ്. ആ കോളേജിൽ പോയിരിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. പഴയ ഒരു ഓർമ്മകളാണ് നമുക്ക് വരുന്നത്. ഇത്രയും വർഷമായിട്ട്. ഇപ്പം ഞാൻ 89 കഴിഞ്ഞതാണ്. ഏകദേശം 30 വർഷം 28 വർഷമായി. എങ്കിൽ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറെ പേര് പുറത്തുള്ളവരായിട്ടും നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ അവരും കൂടാറുണ്ട്. എല്ലാവരും വരും. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആൾക്കാരെ അവധിക്ക് അപ്പൊ US ഉള്ളവരാണ് വരികയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരും കൂടെ കൂടും. അതാണ് കാരണം. അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എനിക്കുമുണ്ട്. അങ്ങനെയുള്ള ചില സുഹൃത്ത് ബന്ധങ്ങൾ. അതായത് നമ്മുടെ പഴയ കോളേജിൽ പഠിച്ച കൂട്ടുകാരുമായിട്ട് നമ്മളൊരു കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നു. നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. ബിസിനസ്സിലെ ഒരു ബന്ധവും സ്കൂളിലെ ബന്ധവും ഒത്തിരി വ്യത്യാസമുണ്ട്. അത് കൂടുതൽ ആത്മാർത്ഥതയുണ്ട്. നമ്മുടെ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ വേറൊരു ലെവലാണ്. മറ്റേന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ബന്ധമായിരിക്കും. അപ്പം വീണ്ടും അങ്ങനെ സുഹൃത്ത് വലയങ്ങളിൽ വീണ്ടും എനർജി സമ്പാദിക്കട്ടെ. അങ്ങനെ വീണ്ടും കൂടുതൽ ഉയർച്ചകളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള 4ാമത്തെ ചോദ്യം. തെസലോനിക്കയിൽ സഭ സ്ഥാപിക്കുമ്പോൾ വിശുദ്ധ പൗലോസിന്റെ ഒപ്പം സഹപ്രവർത്തകരായി ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? തെസലോനിക്കയിൽ സഭ സ്ഥാപിക്കുമ്പോൾ വിശുദ്ധ പൗലോസിന്റെ ഒപ്പം സഹപ്രവർത്തകരായി ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഗോൾഡൻ റൗണ്ടിലെ 4ാമത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യാം. വിശുദ്ധ പൗലോസിന്റെ ഒപ്പം സഹപ്രവർത്തകരായി ഉണ്ടായിരുന്നത് തെസലോനിക്കയിൽ സഭ സ്ഥാപിക്കുമ്പോൾ സിൽവാനോസും തിമോത്തേയോസും. ചോദിക്കട്ടെ? ഉറപ്പാണോ? പ്രതീക്ഷിക്കുന്നു. കമ്പ്യൂട്ടർ പ്ലീസ്. സിൽവാനോസും തിമോത്തേയോസും റൈറ്റ് ആൻസർ. 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ട് ആൻഡ് ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിലെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിൽ ജോസഫ് പി മാണിക്ക് ലഭിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ പോയിന്റ്സ്, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്, ആൻഡ് തേർഡ് ക്വസ്റ്റ്യന് ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു, സോ 5 പോയിന്റ്സ്. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദി ഗോൾഡൻ ക്വസ്റ്റ്യന് 10 പോയിന്റ്സ്, ആൻഡ് ഗോൾഡൻ റൗണ്ടിൽ ജോസഫ് പി മാണിക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 25 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 10 പോയിന്റ്സ്, ആൻഡ് ഇതുവരെയുള്ള പോയിന്റ് നില 35 പോയിന്റ്സ്. അപ്പോൾ 2 റൗണ്ടുകൾ തീരുമ്പോൾ 35-ലാണ് നിൽക്കുന്നത്. ഇനിയാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റിയ റൗണ്ട്. അതിലേക്ക് പോകാം നമ്മൾ. തീർച്ചയായിട്ടും. കനാൻ ദേശം സീസൺ 2 ദ 3rd റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ടിൽ 4 ചോദ്യങ്ങളാണ്. സാധാരണഗതിയിൽ 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ് ആണ്. അതായത് അതായത് നമ്മൾ ബൈബിൾ ഓപ്ഷൻ പറഞ്ഞതുപോലെ വന്നിരിക്കുന്ന ഭാര്യ, സഹോദരി, അളിയൻ അവരോടൊക്കെ സഹായം ചോദിച്ച് വേണമെങ്കിൽ ഈ 4 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറിച്ച് ആദ്യമേ അവരുടെ ആരുടെയും സഹായം വേണ്ട, ബൈബിൾ വേണ്ട,
ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാം എന്ന് ജോസഫ് എടുക്കുന്ന തീരുമാനത്തിൽ ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 പോയിന്റ്സ്, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, ടോട്ടൽ 300 പോയിന്റ്സ്. ജോസഫ് എടുക്കണം തീരുമാനം. ഡയറക്റ്റ് പോകാം. 300 സ്കോർ ചെയ്യണം. തീർച്ചയായിട്ടും അല്ലേ? ശ്രമിക്കണം. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള ആദ്യത്തെ ചോദ്യം. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് യേശുവിനോട് ചോദിക്കാൻ ആളുകളെ അയച്ചത് ആരാണ്? വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് യേശുവിനോട് ചോദിക്കാൻ ആളുകളെ അയച്ചത് ആരാണ്? ഡയമണ്ട് റൗണ്ടിലെ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്നാപക യോഹന്നാൻ. ചോദിക്കട്ടെ? ചോദിക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ്. സ്നാപക യോഹന്നാൻ റൈറ്റ് ആൻസർ. ഗുഡ് ഗോയിങ്. ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, അതായത് 300 പോയിന്റിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഭംഗിയായിട്ട്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കാനാൻ ദേശത്തെ പറ്റി? ജോസഫ് കാണാറുണ്ടെന്ന് പറഞ്ഞു. എന്താണ് കാനാൻ ദേശത്തെ പറ്റിയുള്ള അഭിപ്രായം? ഒത്തിരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒത്തിരി പിള്ളേർ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പിള്ളേർക്ക് ആ ഒരു ബൈബിള് വായിക്കാനും, അത് പിള്ളേർ കാണുമ്പം പിള്ളേരിനകത്ത് പങ്കെടുക്കണം, വലിയവർക്കും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം രണ്ടുകൊണ്ടാകുന്നു. ഓക്കെ. പിള്ളേർക്കൊരു ബൈബിളിനെ ആസ്പദമാക്കിയ ജീവിതം നയിക്കാൻ തീർച്ചയായിട്ടും ഇത് വളരെ, ചില കുട്ടികൾ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരത്തിലുള്ള പെർഫോമൻസ് ചെയ്ത കുട്ടികൾ വളരെ നന്നായി ചെയ്ത് കണ്ടിട്ടുണ്ട്. നല്ല പെർഫോമൻസ്. ഓക്കെ. അവരുടെ ഒരു അറിവ് ഭയങ്കരമാണ്. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു അറിവെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വളരെ ഹെൽപ്ഫുൾ ആണ്, എനിക്ക് തോന്നുന്നത് പ്രചോദനമാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജോസഫ്. നമുക്കപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. റെഡിയല്ലേ? ശരിയാണ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള രണ്ടാമത്തെ ചോദ്യം. തന്നെ പരിഹസിച്ച കുട്ടികളെ ശപിക്കുകയും അവരെ കരടികൾക്ക് ഇരയാക്കുകയും ചെയ്ത പ്രവാചകൻ ആര്? തന്നെ പരിഹസിച്ച കുട്ടികളെ ശപിക്കുകയും അവരെ കരടികൾക്ക് ഇരയാക്കുകയും ചെയ്ത പ്രവാചകൻ ആര്? എലീഷ. എലീഷ. ചോദിക്കട്ടെ? ചോദിക്കാം. ഡയമണ്ട് റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യമാണ്. കമ്പ്യൂട്ടർ പ്ലീസ്. എലീഷ പ്രവാചകൻ റൈറ്റ് ആൻസർ. അപ്പോൾ 300ലേക്കുള്ള 2 സ്റ്റെപ്പുകൾ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ട് പോകുന്നു. വളരെയധികം സന്തോഷം. ഇനി 2 ചോദ്യങ്ങൾ കൂടിയാണ് കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡിൽ അവശേഷിക്കുന്നത്. എന്തെങ്കിലും അനുഭവങ്ങളോ പുറത്തേക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. എന്റെ പേരൻസിനുണ്ടായ ഒരു അനുഭവം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞോളൂ. അവര് എന്റെ ബ്രദർ യുഎസിലാണ്, ചിക്കാഗോയിലാണ്. അപ്പം 2002-2003 അവര് എന്റെ ഫാദറും മദറും കൂടെ ചിക്കാഗോയ്ക്ക് പോവാണ്. അപ്പൊ എന്റെ ചേട്ടൻ ഒരു ഫാമിലി അറേഞ്ച് ചെയ്തിരുന്നു അവരുടെ കൂടെ പോകാൻ വേണ്ടി. പക്ഷെ ആ സമയത്ത് അവർ യാത്ര പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് ഇവർക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഇവർക്കാണെങ്കിൽ ലാംഗ്വേജ് ഒന്നും മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ആദ്യമായിട്ട് പോവാണ്. അപ്പം നെടുമ്പാശ്ശേരി ടു ബോംബെ, ബോംബെ ടു ഫ്രാങ്ക്ഫർട്ട് ടു ചിക്കാഗോ, ഇങ്ങനെയാണ് ഫ്ലൈറ്റ്. അപ്പൊ എല്ലായിടത്തും മാറി കയറണം. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പം എന്റെ ഫാദർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളവിടെ 2 പള്ളിയുണ്ട്, ഇടവപ്പള്ളിയുണ്ട്, സെന്റ് ആനീസ് ചർച്ചുമുണ്ട്. സെന്റ് ആനീസ് ചർച്ചിൽ പോയി അവിടെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞ് പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ ചെല്ലിച്ചിട്ടാണ് പോയത്. തലേദിവസം പോയി ഏക്കാൽ ഇവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കയറി കഴിഞ്ഞ ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പം ഒരു വ്യക്തി എന്റെ ഫാദറിന്റെ അടുത്ത് വന്നു. മാണിച്ചനല്ലേ? മാണിച്ചെന്ന എന്റെ ഫാദറിന്റെ പേര്. എന്റെ പേരും മാണിയ, ഞാനും ചിക്കോകായ്ക്കെന്ന് പറഞ്ഞു. അപ്പം ആരാന്ന് മനസ്സിലാക്കി. അപ്പം ചേട്ടൻ അയച്ചതായിരിക്കുന്നോർത്ത് ഈ പുള്ളി കൂടെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും
ഫ്ലൈറ്റേ വെച്ചാണെങ്കിലും ആവശ്യമുള്ള സമയത്ത് ബാത്റൂമിൽ പോകണമെങ്കിലും പുള്ളി വരും, പോകണമെന്ന് ചോദിച്ചുകൊണ്ട് വരും. എല്ലാ പേപ്പർ വർക്ക് ഫില്ല് ചെയ്യാനുള്ളതെല്ലാം പുള്ളി തന്നെ ഫില്ല് ചെയ്ത് ബോംബെ ചെന്നു. ബോംബെയും പുള്ളി കൂടെയുണ്ട്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് അവിടെയും കൂടെയുണ്ട്. ചിക്കാഗോയിലും ചെന്നു. ചിക്കാഗോയ്ക്ക് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പെട്ടി വരുന്ന സമയമുണ്ട്. പെട്ടി വന്നു. അപ്പം ചേട്ടൻ പുറത്ത് നിൽപ്പുണ്ട്. കണ്ടു, ഇവര് കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. അപ്പം പുള്ളി അടുത്ത് നിൽപ്പുണ്ട്. അപ്പം പുള്ളിയോട് ഇങ്ങനെ ചേട്ടൻ മോൻ വന്നു എന്ന് പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ പുള്ളിയെ കാണാനില്ലായിരുന്നു, കണ്ടില്ല. ഒരാളെ ദൈവം ഒരു ദൂതനെ അയച്ചതാന്നുള്ളതാണ് കുർബാന ചെല്ലിച്ച് അപ്പന്റെ വിശ്വാസം അല്ലേ. എന്റെ വഴിയിൽ കാത്തുപോയി പാലിക്കാൻ എന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് സങ്കീർത്തനം 90 പറഞ്ഞേക്കുന്നത് പോലെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ മാണിച്ചൻ എന്ന് പറഞ്ഞ അതേ പേരിൽ അവിടെ വന്നത് ഈശോയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പക്ഷെ ഇവർക്ക് പേര് ചോദിക്കാൻ പുള്ളിയുടെ പേരല്ല, മറ്റു ഡീറ്റെയിൽ ചോദിക്കാൻ പറ്റിയില്ല. അത്രയും ബന്ധമായി പോയി. അത്രയും ബന്ധം, അത്രയും അടുപ്പമായി പോയി. അപ്പം അവരെ കൂട്ടി അവിടെ കൊണ്ട് എത്തിച്ചു. നന്ദി പറയാൻ കഴിഞ്ഞപ്പോൾ ആളെ കാണാതായി. കാരണം ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളിൽ നമ്മൾ ഇറങ്ങിയാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു സഹായം ഉണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും. എവിടെ ആളെ അയക്കും ദൈവം. അത് ദൈവം തന്നെയാണ്, വേറെ ആളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ദൈവം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും വളരെ നല്ലൊരു അനുഭവമാണ് അച്ഛന്റെയും അമ്മയുടെയും അനുഭവം. ഇനി ഡയമണ്ട് റൗണ്ടിലെ 2 ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 300 സ്കോർ ചെയ്യാനുള്ള ജോസഫിന്റെ യാത്രയിൽ എന്റെ എല്ലാവിധ സപ്പോർട്ടും ആശംസകളും. പോകാം. തീർച്ചയായിട്ടും. കനാദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള 3ാമത്തെ ചോദ്യം. അബ്രഹാമിന്റെ സഹോദരൻ ഹാരാന്റെ പുത്രന്റെ പേരെന്ത്? അബ്രഹാമിന്റെ സഹോദരൻ ഹാരാന്റെ പുത്രന്റെ പേരെന്ത്? ലോത്ത്. ലോത്ത്. വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ഉറപ്പാണ്? ഉറപ്പാണ്. ഹാരാൻ നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് അബ്രഹാത്തിനുള്ള ലോത്തും ഉറപ്പും. 300 പോയിന്റ് കൊണ്ടേ പോകത്തുള്ളൂ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ലോത്ത് റൈറ്റ് ആൻസർ. 3 ചോദ്യങ്ങൾ ഡയമണ്ട് റൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാരണം എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അടുത്ത ചോദ്യം ഡയമണ്ട് ക്വസ്റ്റ്യൻ. പോകട്ടെ. തീർച്ചയായിട്ടും. കാനാൻ സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജോസഫ് പി മാണിക്കുള്ള 4ാമത്തെ ചോദ്യം. സ്ത്രീകളുടെ ശിരോവസ്ത്രം എന്തിന്റെ പ്രതീകമാണെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? സ്ത്രീകളുടെ ശിരോവസ്ത്രം എന്തിന്റെ പ്രതീകമാണെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ആലോചിച്ചു. എളിമ. എളിമ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. വിധേയത്വത്തിന്റെ, അതാണ് റൈറ്റ് ആൻസർ. എളിമ ഏറെക്കുറെ അടുത്ത് വരുന്നുണ്ട്, പക്ഷേ റൈറ്റ് ആൻസർ വിധേയത്വത്തിന്റെയാണ്. അതാണ് സ്ത്രീകളുടെ ശിരോവസ്ത്രം, അതിന്റെ പ്രതീകമാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കുഴപ്പമില്ല. വാക്ക് കിട്ടിയില്ല. ചില സമയം മനസ്സിൽ വന്നത്, പക്ഷെ കിട്ടിയില്ല. അങ്ങോട്ട് ആൻസർ കേട്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുകയും ചെയ്തു. വായിച്ചിട്ടുള്ള ഭാഗമായിരുന്നു. കുഴപ്പമില്ല. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ജോസഫ് പി മാണിയുടെ ഫൈനൽ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കനാൻ സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജോസഫ് പി മാണിക്ക് ലഭിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20 points, second question 40 points, and third question 80 points. The last question, that is the diamond question, unfortunately Joseph P. Mani പറഞ്ഞ ഉത്തരം തെറ്റാണ്. So ഈ ക്വസ്റ്റിന് no points. ഡയമണ്ട് റൗണ്ടിൽ ജോസഫ് പി മാണിക്ക് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 140 points, സിൽവർ റൗണ്ടിൽ 10 points, ഗോൾഡൻ റൗണ്ടിൽ 25 points,
The grand total is 175 points. And congratulations, Joseph P. Mani. കാനാൻദേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels Ernakulam. 175. നല്ല സ്കോറാണ് അല്ലേ? തീർച്ചയായിട്ടും സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ വന്നിരുന്ന് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റി. നല്ല ഒരു ബന്ധുബലത്തോടെ, അതും എല്ലാം നല്ല അളിയൻ പെങ്ങള്, നല്ലൊരു ബന്ധുബലത്തോടെ എല്ലാവരുടെയും അനുഭവങ്ങൾ ഷെയർ ചെയ്തു. നല്ല പാട്ടുകൾ കേട്ടു. നല്ല ഒരു ഫാമിലി. വളരെയധികം സന്തോഷം കാനാൻദേശം സീസൺ 2 ഈ ഗോൾഡൻ റൗണ്ടിൽ വന്നതിന്, ഞങ്ങളോട് അനുഭവങ്ങൾ ഷെയർ ചെയ്തതിന്, ഇത്രയും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സന്തോഷത്തോടെ ഞങ്ങൾ തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. എറണാകുളത്ത് നിന്ന് വന്ന ജോസഫ് പി മാണിയുമായിട്ടുള്ള കാനാൻദേശം സീസൺ 2 ഈ എപ്പിസോഡിന് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയൊരു മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. എല്ലാവരെയും വിശ്വസിച്ചിട്ട് പ്രവാസ ജീവിതത്തിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ പോലും പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് എന്റെ അനുഭവം. അനുതാപം അധരങ്ങളിൽ മാത്രമല്ലാതെ അനുതാപം ഹൃദയത്തിലുണ്ടെങ്കിൽ, ഹൃദയത്തിൽ അത് അനുഭവിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ദൈവത്തിന്റെ തിരിച്ചുള്ള സ്വീകരണം അല്ലേ? കാനാൻദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജെൻസൺ NPക്കുള്ള രണ്ടാമത്തെ ചോദ്യം. സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. ഇത് ആരുടെ വാക്കുകളാണ്? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യാം. ധൂർത്തപുത്രന്റെ വാക്കുകളാണ്. ധൂർത്തപുത്രന്റെ വാക്കുകളാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. ഒരു ചിരിയില്ല മുഖത്ത്, എങ്കിലും ഉറപ്പാണ്. ചോദിക്കട്ടെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്.